ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് റീൽസ് ഫേസ്ബുക്കിന് വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ റീൽസ് എങ്ങനെ ചെയ്താലാണ് അത് മോണിറ്റൈസേഷന് നമുക്ക് ഹെൽപ്ഫുൾ ആവുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതായത് റീൽസ് എങ്ങനെ അപ്ലോഡ് ചെയ്യണം. നമ്മൾ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നമ്മൾ എന്ത് ചെയ്തു, പ്രൊഫഷണൽ മോഡിലേക്ക് ചേഞ്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ റീൽസ് ആയാലും ഫോട്ടോസ് ആയാലും ലൈവ് ആയാലും ഒക്കെ ഇടുന്നുണ്ട്. അതിൽ റീൽസ് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതിൽ മ്യൂസിക് വയ്ക്കുമ്പോഴായാലും അതിൻ്റെ റേഷ്യോ ആയാലും ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ അതായത് റീൽ എങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തു. ആ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിൽ കണ്ടോ, ഞാൻ ഒരുപാട് റീൽസും അതായത് ഇമേജസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലെന്ത് ചെയ്തു, മുകളിലൊരു ഓപ്ഷൻ ഉണ്ട്, റീൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഗാലറിയിലേക്ക് അത് പോകും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ നമ്മൾ റീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുക. നമ്മൾ സ്ക്രോൾ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ നമ്മൾ ഏതാണോ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് എടുക്കുക. നമുക്ക് വേണ്ട വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഞാനിപ്പോൾ മുത്തപ്പൻ്റെ അവിടെയുള്ളൊരു വീഡിയോ ആണ് ഇടുന്നത്. പറശ്ശിനിക്കടവ് നിന്നെടുത്തൊരു വീഡിയോ ആണ് ഞാനിപ്പം ജസ്റ്റ് ഇടുന്നത്. ഞാൻ സെലക്ട് ചെയ്തു. അത് ഏതാണ് വേണ്ടത് വെച്ചാൽ ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്തു ഒരു വീഡിയോ. ജസ്റ്റ് ഒരു 10 സെക്കൻഡുള്ളൊരു ക്ലിപ്പ് ഞാനതിൽ ആഡ് ചെയ്തു. കണ്ടോ? ഓക്കെ, അത് 10 സെക്കൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് എന്ത് ചെയ്തു, അതിൻ്റെ 2 സൈഡിൽ നിന്ന് കുറച്ച് ചുരുക്കി, അതായത് എനിക്ക് വേണ്ടാത്ത ഭാഗം എന്ന് തോന്നിയതൊക്കെ ഞാൻ ഒന്ന് റിമൂവ് ചെയ്തിട്ട് 2 സൈഡിൽ നിന്ന് യെല്ലോ ടാഗ് അങ്ങോട്ടാക്കിയിട്ട് എന്ത് ചെയ്തു, അത് ഷോർട്ടാക്കി. ഇപ്പോൾ അത് 3.9 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ഇത് നോക്കി ഇപ്പോൾ 5 സെക്കൻഡ്. ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ സ്പീഡ് 0.5x മാറ്റി. അപ്പോൾ 10 സെക്കൻഡിലേക്കായി. അതായത് 0.5 ഉണ്ടായിരുന്നത് ഞാൻ അതിൻ്റെ സ്പീഡ് കുറച്ചതുകൊണ്ട് തന്നെ എന്തായി, അത് 10 സെക്കൻഡായി മാറും ചെയ്തു. ഓക്കെ, അതിപ്പോൾ കുറച്ച് സ്ലോ മോഷനിലേക്കായിരിക്കും ആ വീഡിയോ ഉണ്ടാവുക. ദെൻ എന്ത് ചെയ്തു, അതിൻ്റെ സ്റ്റാർട്ട് ടൈപ്പിംഗ് എടുത്തതിന് ശേഷം ഏത് ടൈപ്പ് ഇതാന്ന് വേണ്ടത് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുക. ഞാൻ ക്ലാസിക്കലാണ് സെലക്ട് ചെയ്തത്. അതിലിപ്പം ഞാൻ എന്ത് ചെയ്തു, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി ഇംഗ്ലീഷ് ടു മലയാളം, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് മലയാളത്തിലേക്ക് അതിൽ വരും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ നമുക്ക് മലയാളം തന്നെ അതിൽ ടൈപ്പ് ചെയ്ത് അത് മലയാളം ലാംഗ്വേജിൽ അവിടെ മുകളിൽ എഴുതി കാണിക്കും. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്യുക, അതല്ലെങ്കിൽ മലയാളം തന്നെ അതിൽ ടൈപ്പ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ മുകളിൽ നമുക്കിപ്പോൾ എന്താണ് ആ ഒരു റീലിന് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അതാകുമ്പോൾ കുറച്ചൊരു അട്രാക്ഷൻ ഉണ്ടാവും. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർ അത് നോട്ട് ചെയ്യും. ഈ ഒരു ചെസ്റ്റ് അത് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാക്കുന്നത് ഈ ക്ലാസിക് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് അട്രാക്ഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ഈ സ്ഥലം മനസ്സിലായോ എന്നുള്ളതാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇംഗ്ലീഷിൽ അത് ടൈപ്പ് ചെയ്ത് അത് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ ക്ലാസ്സിലെ മുകളിൽ ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ട് അതവിടെ വന്നു. അത് എത്രയാണ് സൈസ് എന്ന് വെച്ചാൽ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. എവിടെയാണ് ആ റീലിൻ്റെ ഏത് സൈഡിലാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവച്ചിട്ട് ഓക്കെ അടിക്കുക. ഓക്കെ, ഇതാ നമുക്ക് അതിന് മ്യൂസിക് ആഡ് ചെയ്യണം. നമ്മൾ ഒറിജിനൽ മ്യൂസിക് എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. ഓക്കെ, പിന്നെ നമുക്ക് ആ എഴുതി വെച്ചത് വേണമെങ്കിൽ നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ. അതിൽ ഈ സ്ഥലം മനസ്സിലായോ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഏത് കളർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, കളർ ചെയ്യാം, ഏത് ഫോണ്ട് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്കിനി മ്യൂസിക് മാറ്റാം. മ്യൂസിക് മാറ്റുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിൽ ഏഡ് മ്യൂസിക് എടുക്കുക. ഏഡ് മ്യൂസിക്കിലാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം അതിൽ ഒരുപാട് റോയാലിറ്റി ഫ്രീ മ്യൂസിക് ഉണ്ട്. നമുക്ക് റോയാലിറ്റി ഫ്രീ മ്യൂസിക് എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏണിങ്സ് ലഭിക്കും. ഈ ഏണിങ്സ് ലഭിക്കുന്നതിൽ എന്താണെന്ന് വെച്ചാൽ ഈ റോയാലിറ്റി ഫ്രീ ഉള്ള മ്യൂസിക് നമ്മൾ സെലക്ട് ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യണം, ഫ്രീ ആയിട്ടുള്ള ഏണിങ്സിൽ നമുക്ക് അവർക്ക് കൊടുക്കണ്ട. നേരെ മറിച്ച് നമ്മളൊരു വേറെ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ചില പാട്ടുകൾക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അതുപോലെ തന്നെ നമ്മൾക്ക് കിട്ടുന്ന ഏണിങ്സിൻ്റെ ഒരു നിശ്ചിത ശതമാനം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും,
നമ്മൾ ആ ഒരു മ്യൂസിക്കിൻ്റെ ഓണേഴ്സിന് നമ്മൾ കൊടുക്കേണ്ടി വരും. മാക്സിമം റോയാലിറ്റി ഫ്രീ മ്യൂസിക്കാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത്. കണ്ടോ, റോയാലിറ്റി ഫ്രീ മ്യൂസിക് ഉപയോഗിക്കുമ്പോൾ സേഫ് ഫോർ മോണിറ്റൈസേഷൻ, എലിജിബിൾ വീഡിയോസിന് എന്താണ് സേഫ് ആണെന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ അധികം റോയാലിറ്റി ഫ്രീ മ്യൂസിക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ചിലവർക്കൊക്കെ ഏണിങ്സ് ഉണ്ടാവും, നല്ല ഒരുപാട് ഡോളർ കയറുന്ന കാണാം. പക്ഷേ എങ്കിൽ ഒരിക്കൽ ചിലപ്പോൾ ലാസ്റ്റ് ഫൈനൽ പേ ഔട്ടിൻ്റെ സമയത്തായിരിക്കും ആ വേണ്ട വിധത്തിൽ ആ കാണിക്കുന്ന ഏണിങ്സ് ഒരിക്കലും അയാൾക്ക് ചിലപ്പോൾ കിട്ടില്ല. മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ആ യൂസ് ചെയ്ത മ്യൂസിക്കും ഉണ്ടായിരിക്കും. റോയാലിറ്റി ഫ്രീ മ്യൂസിക് ആണെങ്കിൽ ഇതൊന്നും പ്രശ്നം വരില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, അത് നെക്സ്റ്റ് അടിച്ചു, ഒരു ക്യാപ്ഷൻ കൊടുത്തു. ദെൻ എന്ത് ചെയ്തു, അതന്നെ ഞാൻ അവിടെ ആ റീലിന് കൊടുത്തിട്ടുണ്ടായ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന അതേ ക്യാപ്ഷനാണ് ഇപ്പോഴും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതന്നെ ജസ്റ്റ് ഈ സ്ഥലം മനസ്സിലായോ എന്നുള്ളത് ജസ്റ്റ് ടൈപ്പ് ചെയ്തു അവിടെ. ഇതേപോലെ നേരത്തെ ട്രാൻസ്ലേറ്റർ എടുത്ത പോലെ തന്നെ ഇതിലും ട്രാൻസ്ലേറ്റർ എടുത്തിട്ട് എന്ത് ചെയ്തു, കൊടുക്കുക ചെയ്തത്. ഓക്കെ, ജസ്റ്റ് അത് നമുക്ക് ഹാഷ് ടാഗ് യൂസ് ചെയ്യാം, മെൻഷൻ ചെയ്യാം, ഒക്കെ ചെയ്യാം. ഞാനിപ്പം ജസ്റ്റ് അതൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ മാത്രം ഒന്ന് റീൽ പ്രിപ്പയർ ആക്കിയതാണ്. ഓക്കെ, അതിന് ശേഷം അതിൻ്റെ താഴെ കണ്ടോ ഹൂ ക്യാൻ സീ ദിസ് പബ്ലിക്കിനാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഷെഡ്യൂൾ ഓപ്ഷൻസ് ഉണ്ടോ, എനിക്കിപ്പോൾ അത് ഷെഡ്യൂൾ ചെയ്യേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ചെയ്തുകൊണ്ടുകൊണ്ട് ഷെഡ്യൂൾ ഓപ്ഷൻ എടുത്തിട്ട് ലേറ്റർ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ഒരു ടൈമിങ് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തു. ഇപ്പോൾ ഈ ഉള്ള സമയത്തിനും കണ്ട് ഒരു 2-3 മണിക്കൂറിന് ശേഷം എനിക്ക് വേണ്ടു എന്നുള്ളതുകൊണ്ട് ഒരു 3:30ക്ക് അപ്ലോഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് അത് ചെയ്തു, സേവ് ആക്കി. ദെൻ എന്ത് ചെയ്തു, ഷെഡ്യൂൾ എന്നുള്ളത് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളെ റീല് അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്ലോഡിങ് റീൽ എന്നുള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. ജസ്റ്റ് അതിൽ ടൈപ്പ് ചെയ്തിട്ട് ഇപ്പം വരും, ശ്രദ്ധിച്ചോ. അതിൻ്റെ താഴെ കണ്ടോ ഒരു കറുപ്പ് ടാഗിൽ ജസ്റ്റ് അപ്ലോഡിങ് യുവർ റീൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അത് കണ്ടോ, യുവർ റീൽ ഹാസ് ബീൻ അപ്ലോഡഡ്, യു ക്യാൻ വ്യൂ ഇറ്റ് നൗ ഓർ ഇൻ ദ റീൽസ് ടാബ് ഓൺ യുവർ നൗ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കാണും ഒരു കറുപ്പ് ടാഗിൽ. ഓക്കെ, അതിനുശേഷം അത് അപ്ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റീല് വേണമെങ്കിൽ നമുക്ക് ഷെഡ്യൂളൊന്നും ചെയ്യാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അതിൽ ഷെഡ്യൂളിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഷെഡ്യൂൾ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ വേണ്ടുമെങ്കിൽ മാത്രമാണ് ഈ ഷെഡ്യൂളിൻ്റെ ആവശ്യം വരുന്നില്ല, ഇല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതേപോലെ തന്നെ റീൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കവർ ഫോട്ടോ മാറ്റാം കേട്ടോ. അത് ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല. കവർ ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ എന്താണ് ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് എടുക്കാം. അതിലാവും പിന്നെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആ കവറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കവർ ഇമേജ് കവർ പിക്ചർ മാറ്റിയെടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.